ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പുതിയ സർവേ ഫലങ്ങൾ പുറത്തു വന്നു. അതിൽ ഒന്നും കൂടെ ബീഹാർ തെരഞ്ഞെടുപ്പ് അവസാനിച്ചു. എക്സിറ്റ് പോൾ സർവേകൾ പുറത്തു വന്നു. നാം പ്രതീക്ഷിച്ചത് തന്നെയാണ്. ബീഹാറിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDA വലിയ രീതിയിൽ മുന്നേറുന്നു. പല സർവേകൾ പരിശോധിച്ചാൽ അറിയാം, NDA സഖ്യത്തിന് കൃത്യമായി തന്നെ ഭൂരിപക്ഷമുണ്ട്. അവർക്ക് കൃത്യമായി സീറ്റുകൾ ലഭിക്കുന്നു. NDA പല സർവേകളിലും സൂചിപ്പിക്കുന്നത് NDAക്ക് 130 മുതൽ 145 വരെ സീറ്റുകൾ ലഭിക്കും. ചില സർവേകൾ അത് 160ലേക്കും പോകുന്നുണ്ട്. പല സർവേകളും പരിശോധിച്ചാൽ നമുക്ക് സാധാരണ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു 130നും 145നും ഇടയ്ക്ക് സീറ്റുകളാണ് ഇപ്പോൾ പറയുന്നത്. മറ്റൊരു കാര്യം, ഇതിൽ ഇന്ത്യ മുന്നണി മഹാസഖ്യത്തിന് 100ൽ താഴെയാണ് പല മുന്നണികളും പ്രവചിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ അവർ പിന്നോട്ട് പോയിട്ടുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് ജൻസ്വരാജ് പാർട്ടിക്ക് വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്നില്ല. അവർ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മത്സരിക്കാൻ ഇറങ്ങിയത്. പ്രത്യേകിച്ച് തുടക്കം വന്ന ചില സർവേകളിൽ നിതീഷ് കുമാർ, തേജസ്വി യാദവ്, അതിനുശേഷം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ ആരാവണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ആഗ്രഹിക്കുന്നു എന്ന ചോദ്യത്തിന് മുന്നിൽ ഈ പ്രശാന്ത് കിഷോറിന്റെ പേരാണ് ഉയർന്നു കേട്ടത്. അന്ന് അദ്ദേഹത്തിന് 23%-ലധികം ജനപിന്തുണ ഉണ്ടായിരുന്നു. ആ ജനപിന്തുണ ഇദ്ദേഹത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഇതിനെ വോട്ടാക്കി മാറ്റുവാൻ എന്തായാലും ജൻസ്വരാജ് പാർട്ടിക്ക് അതിന്റെ സംഘടനാ സംവിധാനം ഇല്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ചില സർവേകൾ മറ്റുള്ളവർക്ക് 10 സീറ്റുകൾ വരെ പറയുന്നുണ്ട്. അത് ഈ ജൻസ്വരാജ് പാർട്ടിയുണ്ട്, ഒവൈസിയുടെ പാർട്ടിയുണ്ട്. ഒവൈസിയുടെ പാർട്ടി നമുക്കറിയാം, കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഈ മുന്നണിയെ, മഹാസഖ്യത്തെ, ഇന്ത്യ മുന്നണിയെ പരാജയപ്പെടുത്തിയത് ഇവരായിരുന്നു, ഒവൈസിയുടെ പാർട്ടിയായിരുന്നു. അതിനെതിരെ പിന്നീട് കോൺഗ്രസ് രംഗത്ത് വന്നു. ഇത് BJPയുടെ B ടീമാണെന്ന് രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചു വന്നെങ്കിലും പിന്നീടെല്ലാം നമുക്കറിയാം, BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ സംഘടനാ സംവിധാനമുണ്ട്. അതോടൊപ്പം തന്നെ നിതീഷ് കുമാറിന്റെ ആ ജനകീയ മുഖമുണ്ട്. നിതീഷ് കുമാറിന്റെ ജനകീയ മുഖവും BJPയുടെ സംഘടനാ സംവിധാനവും ചേർന്നാണ് അവർക്ക് വലിയ വിജയങ്ങൾ കൊയ്യാൻ സാധിക്കുന്നത്. അല്ലാതെ BJPക്ക് ഒറ്റയ്ക്ക് നിന്നാൽ അവിടെ വിജയിക്കാൻ കഴിയില്ല, കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയില്ല. അതോടൊപ്പം തന്നെ നിതീഷ് കുമാർ നിൽക്കുകയാണെങ്കിൽ ജനകീയ മുഖം മാത്രമേ ഉള്ളൂ. സംഘടനാ സംവിധാനം പല മേഖലയിലും കുറവാണ്. അപ്പോൾ സംഘടനാ സംവിധാനമുള്ള പാർട്ടിയും അതോടൊപ്പം തന്നെ ഈ ജനകീയ മുഖമുള്ള പാർട്ടിയും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാണ് ഈ വലിയ മിന്നും വിജയം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പടുകുഴിയിലേക്കാണ് പോകുന്നത്. ഈ ഇലക്ഷൻ കാലത്താണ് അണുബോംബ്, ഹൈഡ്രജൻ ബോംബ്, ന്യൂക്ലിയർ ബോംബ്, അങ്ങനെ എല്ലാ ബോംബുകളുമായി രാഹുൽ ഗാന്ധി പ്രത്യക്ഷപ്പെട്ടത്. ആ ഒരു ബോംബ് പോലും ബീഹാറിൽ അദ്ദേഹത്തിന് പൊട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് പൊട്ടിക്കാൻ കഴിയാത്തത് കൊണ്ട് കോൺഗ്രസ് പാർട്ടിയായിരിക്കും പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ അവർക്ക് കുറച്ച് സീറ്റുകളെ ലഭിക്കാൻ ഇപ്പോൾ കഴിയുകയുള്ളൂ. കഴിഞ്ഞ തവണ 71 സീറ്റിൽ മത്സരിച്ച് 19 സീറ്റ് വിജയിച്ചെങ്കിൽ ഇത്തവണ 61 സീറ്റിൽ മത്സരിക്കുമ്പോൾ 19ന് താഴേക്ക് വരുമെന്നാണ് ഈ സർവേകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുകയാണെങ്കിൽ പിന്നീട് ആ കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും, വലിയ വെല്ലുവിളിയിലേക്ക് പോകും. കാരണം തുടർച്ചയായ പരാജയങ്ങൾ സംഭവിക്കുന്ന ഒരു പാർട്ടി എന്തിനു ചുമക്കണമെന്ന ചിന്ത RJDക്ക് ഉണ്ടാകുകയാണെങ്കിൽ അത് കഴിഞ്ഞ തവണ തന്നെ അവർക്ക് ഉണ്ടാകേണ്ടതായിരുന്നു. 71 സീറ്റുകൾ വാങ്ങി തല്ലുകൂടി വാങ്ങി വെറും 19 സീറ്റിൽ വിജയിക്കാനാണ്. അപ്പോൾ 19 സീറ്റിൽ വിജയിക്കുന്ന പാർട്ടിക്ക് അർഹതയുള്ളത് ഒരു 30-35 സീറ്റുകൾ മാത്രമാണ്. അപ്പോൾ അതിന്റെ എല്ലാം ഇരട്ടിയാണ് ഇദ്ദേഹം മത്സരിക്കുന്നത്. ഈ സമയം തന്നെ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു, സംഘടനാ സംവിധാനമില്ല, നിവർന്നു നിൽക്കാൻ കഴിവില്ല. പക്ഷെ എന്നിട്ട് പോലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം, ആ പാർട്ടി 61 സീറ്റിലധികം മത്സരിക്കല്ലേ. അപ്പോൾ 61 സീറ്റിൽ നിന്നും ഈ 15 താഴേക്കായിരിക്കും ഈ പാർട്ടി കൂപ്പുകുത്താൻ പോകുന്നത്. പക്ഷെ BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായി തന്നെ അവരുടെ സംഘടനാ സംവിധാനം ചലിപ്പിച്ച് ആ പാർട്ടിയിലെ
NDA മുന്നണിയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ സാധ്യതയുണ്ട്. പലരും സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിതീഷ് കുമാറിനെ മാറ്റി BJPയുടെ മുഖ്യമന്ത്രിയായ ഒരു മുഖം വരുമോ എന്ന് പലരും ചോദ്യം ഉന്നയിക്കുന്നു. എന്തായാലും അത്രയും വലിയ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ നിലവിലെ സാഹചര്യത്തിൽ BJP തയ്യാറാകുമായിരുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 292 സീറ്റുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ, അമിത്ഷായുടെ നേതൃത്വത്തിൽ ഒരു അട്ടിമറിക്കുള്ള ശ്രമം നടത്തുമായിരുന്നു. അപ്പൊ ആ ശ്രമം നടത്തി പോകാനുള്ള ഒരു സൗകര്യം നിലവിലില്ലെന്ന് പറയുന്നത് കേവല ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറാൻ സാധ്യതയുള്ള BJP ആണ്. JDUവിന്റെ പിന്തുണയോടുകൂടി തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുന്നു. പല സർവേകളും പുറത്തു വന്നു. അതിൽ നമുക്കെല്ലാം അറിയാവുന്ന ഒരു കുറച്ചു നാളുകളായി തന്നെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം പിന്തുടരുന്ന ചാണക്യ സർവേ, ആ സർവേയിൽ NDA മുന്നണിക്ക്, BJPയുടെ മുന്നണിക്കും 130 മുതൽ 138 വരെ, മഹാസഖ്യത്തിന് 100 മുതൽ 108 വരെയും, മറ്റുള്ളവർക്ക് 3 മുതൽ 5 സീറ്റുകളെയും പറയുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവേ കൂടിയാണ്. കാരണം 100 മുതൽ 108 വരെ സീറ്റാണ് ഇതിൽ പ്രവചിക്കുന്നത്. ചില DV റിസർച്ച് അത് 139 മുതൽ 152 സീറ്റുകളെ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും കുറവ് പറയുന്നത് കോൺഗ്രസിന് കുറവ് പറയുന്ന സർവേകളുമുണ്ട്. അത് 70 സീറ്റെല്ലാം കോൺഗ്രസ് മഹാസഖ്യത്തിന് 70 സീറ്റെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ 70 സീറ്റിലേക്ക് ഈ പാർട്ടി ചുരുങ്ങുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിന്റെ കാര്യം ദയനീയ അവസ്ഥയിലേക്ക് മാറും. കോൺഗ്രസിന് വലിയ പരിഗണന ലഭിക്കില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായി ഇത് അവർ തിരിച്ചറിയണമായിരുന്നു. ഇത് കഴിഞ്ഞതിന് പിന്നാലെ നിങ്ങൾ കേരളം വരും, ആസാം വരും. അങ്ങനെ കോൺഗ്രസിന് അധികാരത്തിലെത്താൻ കഴിയുമെന്ന സാധ്യതയുള്ള പ്രദേശങ്ങളായിരുന്നു. ആ പ്രദേശങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ സ്വന്തം ശക്തി കേന്ദ്രങ്ങളിൽ ശ്രദ്ധിക്കാത്തൊരു പാർട്ടി എത്ര നാൾ ചുമക്കും? എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് സീറ്റ് കോൺഗ്രസിന് കൊടുക്കും. വേണമെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ പുറത്തു പോവുക എന്നൊരു ചിന്താഗതിയിലേക്ക് എന്തായാലും അവിടെയുള്ള RJD നേതൃത്വം എത്തും. RJD നേതൃത്വത്തിന് കോൺഗ്രസ് വലിയ ഭാരമായിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നിരന്തരം അവസരങ്ങൾ കൊടുക്കുകയാണ്. അവർക്ക് ദേശീയ തലത്തിൽ എങ്ങനെയെങ്കിലും ചിലപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുകയാണെങ്കിൽ ഞങ്ങൾക്കും 2 മന്ത്രിസ്ഥാനം ഇരിക്കട്ടെ. കാരണം ലാലു പ്രസാദ് യാദവിന്റെ റെയിൽവേ പദവിയുമായി ബന്ധപ്പെട്ട അഴിമതി കഥകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ആ ഘട്ടത്തിൽ അഴിമതി നടത്തി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്തായാലും സർവേ സംബന്ധിച്ചിടത്തോളം ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സർവേ വലിക്കുമോ എന്നറിയാൻ.